സ്കോക്ക് കൂലി സാക്ഷാൽ ലോകേഷ് കനകരാജിൻ്റെ കൂലി അതിൻ്റെ ട്രെയിലർ 7 മണിക്ക് റിലീസായി. ട്രെയിലർ കണ്ടു. ഇതൊരു ട്രെയിലർ റിയാക്ഷൻ അല്ല. ട്രെയിലർ കണ്ടിട്ട് ഇങ്ങനെ ഹോയ് 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 ആ സാധനമല്ല. ഇത് എനിക്ക് എന്താണ് ഫീൽ ചെയ്യുന്നുള്ളത് ഞാൻ ജസ്റ്റ് പറയുന്നത് മാത്രം. ലോകേഷിൻ്റെ സിനിമ എന്നുള്ള നിലയ്ക്കാണ് ഞാൻ കൂലിയെ കാണുന്നത്. അല്ലാതെ രജനീകാന്തിൻ്റെ സിനിമകൾ കുറേ സിനിമകൾ നമുക്കറിയാം, വലിയ സംവിധായകരുടെ കൂടെ ചെയ്തിട്ട് 8 നില പൊട്ടിയതും ഒരു വസ്ത്രം കൊള്ളാത്ത സിനിമയായിട്ട് നമ്മൾ കുറേ കണ്ടിട്ടുണ്ട്. ലോകേഷിൻ്റെ സിനിമ വന്ന സമയത്ത് എനിക്ക് ലിയോയുടെ സെക്കൻഡ് ഹാഫിലെ ഫ്ലാഷ് ബാക്ക് ഒഴികെ ലോകേഷിൻ്റെ ബാക്കി എല്ലാ സിനിമകളും എല്ലാ സീൻസും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര റിപ്പീറ്റ് വാല്യൂ ആണ്. അത്രയും ഞാൻ ഒരു ഫാൻ ബോയാണ്, ലോകേഷ് ഫാൻ ബോയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ സിനിമ എടുക്കുന്ന സമയത്ത് അത്ര എക്സൈറ്റഡ് ആയിരിക്കും എല്ലാവരെ പോലെയും. പിന്നെ കൂടെ ഇത്രയും പൊട്ടൻഷ്യലുള്ള ഇത്രയും വലിയൊരു സൂപ്പർ സ്റ്റാറാണ് കൂടെയുള്ളത് മറ്റുള്ള ആൾക്കാർ തന്നെ അതാത് ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ സ്റ്റാർസ്. നാഗാർജുന, ഉപേന്ദ്ര, കേരളത്തിൽ നിന്ന് സൗബിനാണുള്ളത്. പക്ഷേ ട്രെയിലർ കണ്ടപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന സൗബിന് വളരെ നല്ല സ്പേസുള്ള ഒരു കിടലൻ ക്യാരക്ടറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ജയിലറിൽ വിനായകനെ കിട്ടിയ പോലെ ഒരു ഗംഭീര ക്യാരക്ടറിനെയാണ് സൗബിന് കൊടുത്തിരിക്കുന്നതാണ് ട്രെയിലറിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ സത്യരാജുണ്ട്, പിന്നെ അമീർ ഖാൻ. അപ്പോൾ ഇത്രയും പേരാണ് നമ്മളെ ട്രെയിലർ കാണിച്ചിരിക്കുന്നത്. പിന്നെ ശ്രുതി ഹാസൻ പല സിനിമകളിലും വെറുപ്പിച്ചിട്ടുള്ള ഒരു നടിയാണ്. എനിക്ക് പേഴ്സണലി അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഏഴാറിവിലെ കഴിഞ്ഞാൽ അത് മുതൽ പിന്നെ ലാസ്റ്റ് സലാറിൽ വരെ പല സിനിമകളിലും വെറുപ്പിച്ചിട്ടുള്ള ഒരു ക്രിഞ്ച് നായികയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷേ ലോകേഷ് എങ്ങനെ ശ്രുതിയെ കൈകാര്യം ചെയ്തിരിക്കുമെന്ന് സിനിമ കണ്ടാലേ പറയാൻ പറ്റും. പിന്നെ എൻ്റെ ടെക്നിക്കൽ അറിയാലോ, അനിയാണ് മ്യൂസിക് ഒറിജിനൽ സ്കോർ ചെയ്തിരിക്കുന്നത്. പുള്ളി ഏത് ലെവലിൽ ചെയ്തു വെക്കും നമുക്ക് ഊഹിക്കാവുന്നുള്ളൂ. അതിൽ യാതൊരു ഗ്യാരണ്ടീഡാണ്, അതിൽ യാതൊരു തർക്കത്തിൻ്റെ ആവശ്യമില്ല. പിന്നെ ഗിരീഷ് ഗംഗാധരൻ ISC ആണ് ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫർ, എഡിറ്റർ ഫിലോമിൻ രാജ്. അപ്പോൾ ടെക്നിക്കലിയൊക്കെ പൊളിക്കും. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ടോൺ അറിയാലോ, ലോകേഷിൻ്റെ ടോൺ അറിയാലോ. നമ്മളെല്ലാ സിനിമയിലും കാണുന്ന ആ ഒരു ടോണിലാണ് പുള്ളി ഈ പടം പിടിച്ചിരിക്കുന്നത്. ട്രെയിലർ മനസ്സിലാക്കാൻ സാധിക്കും. മറ്റൊരു കാര്യം, സ്റ്റോറി ത്രെഡ് എന്ന് പറയുന്നത് ആരെയെ തൂക്കിയിട്ടുണ്ട്. അത് രജനി അണ്ണനാണ് തൂക്കിയത്, അല്ലെങ്കിൽ രജനി അണ്ണന് വേണ്ടപ്പെട്ട വേറെ ആരെങ്കിലും നൻപനെ അങ്ങനെ തൂക്കിയതാണോ എന്താണെന്ന് അറിയില്ല. സിനിമ കണ്ടാലേ പറയാൻ പറ്റും. 30 വർഷമായിട്ട് ഓഫ്ലൈനാണ്, സംബഡീസ് ഓഫ്ലൈൻ ഹാസ് ബീൻ ഓഫ്ലൈൻ 30 വർഷമായിട്ട്. അപ്പോൾ അതാണ് പരിപാടി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സൗബിൻ ഒരു വലിയൊരു ഫാക്ടറി പോലത്തെ ഒരു സ്ഥലത്ത് കൂലികൾ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലത്ത്. അപ്പോൾ അവിടെ എനിക്ക് ഒരു കൂലി താൻ അത് രജനീകാന്താണ്. അപ്പോൾ ഇങ്ങനെ വലിയൊരു പ്ലോട്ടിനകത്ത് സാധനം ഇട്ട് വെച്ചിട്ടുണ്ട്. അവിടെ ഓരോ ക്യാരക്ടേഴ്സിനെ എങ്ങനെ പ്ലേസ് ചെയ്തു, ഓരോ ക്യാരക്ടേഴ്സിന് എത്രമാത്രം സ്പേസ് കൊടുത്തിട്ടുണ്ട്, അത് അവരെങ്ങനെ പരസ്പരം അത് വെച്ച് മാറുന്നു, അതിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരു പരിപാടി എങ്ങനെ വരുന്നു എന്നുള്ളതനുസരിച്ചായിരിക്കും സിനിമ വരിക. മേക്കിങ്ങിൻ്റെ കാര്യത്തിൽ ലോകേഷ് ഒരു പൊടിക്ക് കോംപ്രമൈസ് ചെയ്യില്ലാണെന്ന് നമുക്കറിയാം. അദ്ദേഹത്തിന് എല്ലാ സിനിമകളും കണ്ടാലും അറിയാം. ഇതിൽ തന്നെ വൻ പരിപാടികൾ, വൻ സ്കെയിലിൽ, ഗ്രാൻഡ് സ്കെയിലാണ് സാധനം എടുത്ത് വെച്ചിരിക്കുന്നത്. വൻ വെട്ടും കുത്തുന്നു ഉറപ്പാണ്. കാരണം സർട്ടിഫൈഡ് ആണ്. ഇതിൽ വെടിവെപ്പിലും കൂടുതൽ കുത്താണ് തോന്നുന്നു, കുത്തി ചോര തെറിപ്പിച്ചിട്ടുള്ള ചോരക്കളിയാണെന്ന് തോന്നുന്നത്. അതെന്ന് വെച്ചാൽ ഐ എം എക്സൈറ്റഡ്. വൻ പരിപാടിയായിരിക്കും. അപ്പോൾ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രെയിലറിൽ വല്ലാതെ എക്സ്പോസ് ചെയ്യാൻ ശ്രമിച്ചില്ല. അതായത് അഡ്രിനൽ റഷ് ഉണ്ടാക്കുന്നപ്പോൾ ട്രെയിലർ കണ്ടാലും ഇപ്പോൾ സിനിമ ആണെന്നുള്ള ഒരു സാധനം തോന്നിക്കുന്ന സംഭവം ഉണ്ടല്ലോ, ഇപ്പോൾ റിലീസ് ചെയ്യടാ നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കുന്ന അങ്ങനത്തെ ട്രെയിലേഴ്സ് ഉണ്ടല്ലോ. അതുപോലുള്ള ട്രെയിലർ ട്രീറ്റ്മെൻറ്റാണ് എനിക്ക് തോന്നിയിട്ടില്ല. ഇൻക്ലൂഡിങ് അനി സ്കോർ വളരെ പതുക്കെയുള്ള ആ സോങ്ങില്ലേ, ആ സോങ് വെച്ചിട്ട് വളരെ ഒരു മൈൽഡായിട്ടാണ് പിടിച്ചേക്കുന്നത്. അഡ്രിനൽ റഷ് ഉണ്ടാകുന്ന രീതിയിൽ ഭയങ്കര ഹൈ ആയിട്ട് അങ്ങനെ ലെവലിലെല്ലാം ട്രെയിലർ കട്ട് ചെയ്തിരിക്കുന്നു, അങ്ങനെയല്ല പ്രസൻറ്റ് ചെയ്തിരിക്കുന്നു, അങ്ങനെയല്ല. ഇതിൽ ആരൊക്കെ അഭിനയിക്കുന്നുണ്ട്, അവരുടെ ക്യാരക്ടേഴ്സ്, ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്, പ്ലോട്ട്, ഇതിൻ്റെ മൊത്തം സിനാരിയോ നമ്മളെ കാണിച്ചു തന്നുള്ളതാണ്. അത് തന്നെയാണ് ആക്ച്വലി നല്ലത്. കാരണം ഓവർ ഹൈപ്പ് ഈസ് ഓൾവേസ് ഡേഞ്ചറസ്, ഉടമ്പക്കാകാതെ. കാരണം ഓവർ ഹൈപ്പായി കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഭയങ്കര വരും. ഇതിപ്പോൾ ആൾക്കാർ ഓക്കെ കണ്ടു നോക്കാം, എന്തായാലും കൂലി എല്ലാവരും കാണും. കണ്ടു കഴിഞ്ഞിട്ട് നമുക്കൊരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ അത് വേറെ ലെവലിൽ പടം പോവുകയും ചെയ്യും. അപ്പോൾ എൻ്റെ എക്സ്പെക്റ്റേഷൻ അങ്ങനെയാണ്. ട്രെയിലർ കണ്ട പോലത്തെ ഒരു പടവേ ആയിരിക്കില്ല, ഇതിലും ഭീകര സാധനമായിരിക്കും. അന്യായ പട്ടേന്ന് പോകുന്ന പരിപാടിയായിരിക്കും. രജനി ഉൾപ്പെടെ എല്ലാവരുടെയും അഴിഞ്ഞാട്ടായിരിക്കും. ഗംഭീര വയലൻസ് ഉണ്ടാവും. അനി ഇപ്പോഴും ഈ ട്രെയിലറിലിട്ട സ്കോറൊന്നും ആയിരിക്കില്ല. തിയേറ്ററിനകത്ത് നമ്മൾ പോകുമ്പോൾ കിട്ടുന്ന സാധനം വേറെ സാധനമായിരിക്കും. അങ്ങനെ മൊത്തത്തിലൊരു സാധനമാണ് പ്രതീക്ഷിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ലിയോ ഞാൻ ഇപ്പോഴും ജോൺ വിക്ക് പോലെ തന്നെ അധിക ദിവസം 2 എടുത്തിട്ട് കാണുന്ന ഭാഗമാണ്. എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫ്, മറ്റേ കോഫി ഷോപ്പ് സീനും പിന്നെ ക്ലൈമാക്സ് സീനും. ഫ്ലാഷ് ബാക്ക് അത് പോക്കാം, അതിനെ പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഇദ്ദേഹത്തിൻ്റെ എൻറ്റയർ ലൊക്കേഷൻ്റെ എൻറ്റയർ ഫിലിമോഗ്രാഫി എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരേ ഒരു ഭാഗം ലിയോയുടെ സെക്കൻഡ് ഹാഫിലെ ഫ്ലാഷ് ബാക്കാണ്. അപ്പം ഐ ഹാവ് ഹ്യൂജ് എക്സ്പെക്റ്റേഷൻസ്. പക്ഷേ ട്രെയിലർ കണ്ടിട്ട് ഇങ്ങനെ പൊട്ടയ്ക്കാനൊന്നും തോന്നുന്നില്ല. പരിപാടി ഉണ്ട്, സംഭവം ഇറുക്ക് എന്നാണ് തോന്നുന്നത്. അപ്പോൾ August 14 ഏർലി മോർണിംഗ്
ഫിംഗർ ക്രോസ്ഡ്. ലോകേഷ്, ഇഫ് യു ആർ വാച്ചിങ്, ഐ ആം ഫിംഗർ ക്രോസ്ഡ്.